പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പഴംപൊരിയാണ്, കൂടെ നല്ല ടേസ്റ്റി ആയിട്ടൊരു ചായയും കൂടെയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ഓപ്ഷൻ കൊടുക്കുക, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത്. പഴംപൊരി ഉണ്ടാക്കാനുള്ള പഴം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഒരു 3 സ്പൂൺ അത്യാവശ്യം വലിയൊരു സ്പൂൺ നിറച്ച് മൈദപ്പൊടിയും, ഒരു 2 സ്പൂൺ നിറച്ച് കോൺഫ്ലോറും, 1 സ്പൂൺ അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി അതും കൂടെ ഇട്ട് കൊടുത്ത് അതിലേക്കൊരു 5 ഏലക്ക പൊടിച്ചതും 1/2 സ്പൂൺ മൈദപ്പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർക്കുക. പഞ്ചസാര നമുക്ക് എന്തുമാത്രം മധുരം വേണം അതനുസരിച്ചിടാം. ഞാൻ ഏകദേശം ഒരു 3-4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതും ഇട്ട് അതിലേക്ക് വെള്ളവും കൂടെ ഒഴിച്ച് കട്ടയില്ലാതെ നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിലേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട്. അതിപ്പോഴല്ല, ഒരു പ്രാവശ്യം പഴംപൊരി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഈ ഒരു കട്ടിക്ക് നമ്മുടെ മാവ് കിട്ടണം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ പഴം നടുകെ കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പം നമുക്കിതെല്ലാം കൂടെ എത്ര അതിനകത്ത് കൊള്ളുമോ അതനുസരിച്ച് 3-4 എണ്ണം ഇടാൻ കണക്കിന് നമുക്ക് മുക്കി പൊരിച്ചെടുക്കാം. സാധാരണ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇത്ര എണ്ണ ഉപയോഗിക്കാറില്ല. ഇതിപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ എണ്ണ ഒഴിച്ചത്. എല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയിലാണ് ഞാൻ തിരിച്ചും മറിച്ചും ഇട്ട് സാധാരണ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാറ്. അതും അങ്ങനെ ഉണ്ടാക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സൈഡ് റെഡി ആയപ്പോൾ മറ്റേ സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുത്തു. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പഴംപൊരി, എല്ലായ്പ്പോഴും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് എന്താണെന്ന് പറഞ്ഞാൽ പഴംപൊരി തന്നെയല്ലേ. അപ്പോൾ അതാണ്ട് പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പഴംപൊരി എല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഇനി ലാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം എന്താണെന്ന്. അതുകൊണ്ട് ഇപ്പോൾ ചേർത്തത് ചെറിയ ജീരകമാണ്. ഒന്നെങ്കിൽ പൊടി ചേർക്കാം അല്ലെങ്കിൽ മുഴുവനെ ചേർക്കാം. അടിപൊളി ടേസ്റ്റ് ആട്ടോ ചെറിയ ജീരകം ചേർത്ത പഴംപൊരി. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് ചേർത്ത് കഴിക്കുന്നതാട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. അങ്ങനെ ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പം ഞാൻ ദാണ്ട് ഇനി ചെറിയ ജീരകം ചേർത്ത പഴംപൊരി ഉണ്ടാക്കുന്നു. അതും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ചായ, അടിപൊളി ടേസ്റ്റി ആയിട്ട് നല്ല ചൂടോടെ ഒരു ചായയും കൂടെ ഉണ്ടാക്കാമേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചായ ഉണ്ടാക്കാൻ ആർക്കും അറിയാത്തതെന്ന്. എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ എങ്ങനെ ഇടുന്നതെന്ന് കാണിച്ചു തരാം. 2 ഗ്ലാസ് വെള്ളം എടുത്തു. അതിലേക്ക് 1 കഷ്ണം ഇഞ്ചി, 6 ഏലക്ക അത് നല്ലതുപോലെ ചതച്ച വെള്ളത്തിലോട്ടിട്ടു. അപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അത് നല്ലതുപോലെ തിളച്ചപ്പോൾ അതിലേക്ക് 2 സ്പൂൺ നിറച്ച്, നല്ല വലിയ സ്പൂൺ 2 സ്പൂൺ നിറച്ച് തേയിലപ്പൊടി ചായപ്പൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് 4 സ്പൂൺ പഞ്ചസാര മധുരത്തിനനുസരിച്ച്. 4 സ്പൂൺ ഞാൻ എടുത്തത് കറക്റ്റാണ്. അപ്പം അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വെട്ടി തിളയ്ക്കുമ്പം ഇതിലേക്ക് 2.5 ഗ്ലാസ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 ഗ്ലാസ് വെള്ളവും 2.5 ഗ്ലാസ് പാലും. ഇനി ഇത് നല്ലതുപോലെ വെട്ടി തിളയ്ക്കണം. പാല് വേവണം എന്ന് പറയും. നല്ലതുപോലെ ചായ നല്ലതുപോലെ തിളച്ച ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഒരു കപ്പിലേക്ക് അരിച്ചെടുത്ത ചായ ഞാൻ ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചൂട് ചായയും പഴംപൊരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കല്ലേ.